നമസ്കാരം. ശബരിമല തന്ത്രി രാജീവ് ഖണ്ഡറെ ഇന്നലെ അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹം വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു. ലോകം മുഴുവൻ ആരാധിക്കുകയും അംഗീകരിക്കുകയും കാലുതൊട്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന ശബരിമലയിലെ തന്ത്രി, ദൈവം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത പ്രതിനിധിയായിട്ടുള്ള ആളാണ് തന്ത്രി. അങ്ങനെയുള്ള ഒരാളെ ഇന്നലെ നിഷ്പ്രയാസം പോലീസ് അറസ്റ്റ് ചെയ്ത് വാനിൽ കയറ്റി ലോകം മുഴുവൻ കാണെ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധന നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ അദ്ദേഹം മാനസികമായി തകർന്ന് തരിപ്പണമായിരുന്നു. ഇന്നലെ വരെ എല്ലാവരുടെ മുന്നിലും ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന രൂപത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നേരിട്ട് പോയി ശബരിമലയിൽ പോയി പൂജ നടത്തുന്ന തന്ത്രി, അല്ലെങ്കിൽ അതിൻ്റെ അദ്ദേഹം പ്രതിനിധിയായ തന്ത്രി പോലീസിൻ്റെ മുമ്പിൽ നാണം കെട്ട് ചോദ്യത്തിന് വിധേയമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള മാനാഭിമാനങ്ങളും തകർന്നു തരിപ്പണമായിരുന്നു. അദ്ദേഹം വളരെ മാനസികമായ സംഘർഷം അനുഭവിച്ചുകൊണ്ടാണ് പ്രത്യേക ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. ഇന്ന് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ മാറ്റുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്താണ് തന്ത്രിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് ഇപ്രകാരമാണ്. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ രാജീവ് ഖണ്ഡറിന് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒത്താശ ചെയ്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നെന്നും തട്ടിപ്പിന് മൗനാനുവാദം നൽകി ഗൂഢാലോചന പങ്കാളിയെന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലുമായി പറയുന്നത്. 13-ാം പ്രതിയായ ഖണ്ഡര് രാജീവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, പൊതുസ്വത്തിൻ്റെ അപഹരണം, ദുരുപയോഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്നലെ രാവിലെ മുതൽ രഹസ്യ കേന്ദ്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം SIT മേധാവി ADGP H വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടെയായിരുന്നു അറസ്റ്റ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. അങ്ങനെയാണ് പിന്നെ 23-ാം തീയതി വരെ റിമാൻഡ് ചെയ്തത്. രാത്രിയാണ് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ 11-ാമത്തെ അറസ്റ്റാണ്. ശരിക്കും 13 അറസ്റ്റ് നടക്കേണ്ടതായിരുന്നു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡിനെയും കൂട്ടുപിടിച്ച് നടത്തിയ തട്ടിപ്പിനെക്കുറിച്ച് രാജീവർക്കും അറിവുണ്ടായിരുന്നതായാണ് SITയുടെ വാദം. കീഴ്ശാന്തിയുടെ സഹായിയായി സന്നിധാനത്തിലെത്തിയ പോറ്റി പിന്നീട് സ്പോൺസർ എന്ന നിലയിൽ സ്വാധീനം ഉറപ്പിച്ചത് രാജീവരുമായുള്ള അടുത്ത ബന്ധം വഴിയാണെന്നാണ് ഇത് പറയുന്നത്. പോറ്റിയും രാജീവുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് SIT കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇവർ നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല. SIT ടീം അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞെന്താണെന്ന് പറയുമോ? അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഈ കേസുമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അതെന്താണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഖണ്ഡര് രാജീവരുടെ പങ്ക് സംബന്ധിച്ച് ഇന്നലെ നൽകിയ അറസ്റ്റ് റിപ്പോർട്ടിലും ഹൈക്കോടതിയിൽ മുൻപ് സമർപ്പിച്ച റിപ്പോർട്ടിൽ SIT സ്വീകരിച്ചത് വ്യത്യസ്ത നിലപാടുകളാണ്. പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT ഏതാനും ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. കട്ടിളപ്പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ അനുമതി നൽകിയ ദേവസ്വം ബോർഡ് ഉത്തരവിലും വാസു അടക്കമുള്ളവരുടെ കത്തിലും പാളികളിൽ സ്വർണം പൂശാനുള്ള തന്ത്രിയുടെ അപേക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ തന്ത്രിയുടെ അഭിപ്രായം തേടിയില്ലെന്നും ആചാരപരമായി അനുജ്ഞ വാങ്ങിയിരുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമാണ്. അതായത് അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലെറ്ററില്ല, മൗനാനുവാദമാണെന്നാണ് പറഞ്ഞത്. അതന്നെ അദ്ദേഹത്തിനെതിരെ കേസ് നിൽക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ലെറ്റർ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇൻവോൾവ് ആണെന്നുള്ള രേഖ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് രണ്ടാമത്തെ കേസ് എടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അദ്ദേഹത്തിനെതിരെ 2 കേസുകളാണ് വരുന്നത്. ലോകത്തിൻ്റെ മുന്നിൽ ഒരു ദൈവദൂതനെ പോലെ, ദൈവത്തെ പോലെ കണ്ട് തൊഴുതു നിന്ന ആൾക്കാരുടെ മുന്നിൽ ഇന്ന് അദ്ദേഹം പരിഹാസ കഥാപാത്രമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മാനസികാശ്വസ്തത ഉണ്ടാവുക സ്വാഭാവികമാണ്. ചിലപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തവരെ ചെയ്തു കളയുമെന്ന് ചില മാനസിക വിദഗ്ധന്മാർ പറയുകയാണ്. അത്രയും ലോകത്തിന് മുന്നിൽ ഏറ്റവും പിടിച്ചു നിന്നിരുന്ന, എല്ലാവരുടെ മുന്നിൽ ഏറ്റവും അധികം അംഗീകരിച്ചിരുന്ന, ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ആരാധ്യ പുരുഷൻ ഒരു കള്ളനായി ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് മാനസിക രോഗ വിദഗ്ധന്മാർ പറയുന്നത് എന്നുകൂടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഏത് സമയത്തും മാനസിക സംഘർഷം കാരണം ആത്മഹത്യ ചെയ്ത് കളഞ്ഞേക്കാം എന്നുള്ള ഒരു വിവരം കൂടി മാനസിക രോഗ രംഗത്തെ പ്രഗത്ഭരായ ആളുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നന്ദി, നമസ്കാരം.